പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൂടിയാകും തിരുമുൻപാകയാണ് ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സംലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സംലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സംലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മാന്യമായ ത്രിത്വത്തിന്റെ സംഭൂജ്യമായ നാമത്തിന് സ്വർഗത്തിനും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.
കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. കർത്താവേ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവരും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാദനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരച്ചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നു നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരജനത്തിൻ മുന്നിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. താതനുമതുപോലാത്മജനും റുഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കിടച്ചത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ,
നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ജീവനെ നിത്യം പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്തനുമായ എൻ്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവണ്ണം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവണ്ണം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആത്മാവ് തന്നെ ആഴമായ നെടുവീർപ്പോടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം എന്തെന്ന് അറിയുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവ തിരുമനസ് പോലെയാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. കാരണം അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി ക്രമീകരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്തെന്നാൽ താൻ മുൻകൂട്ടി തിരഞ്ഞെടുത്തവരെ തൻ്റെ പുത്രന് അനുരൂപരാക്കാൻ അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. അങ്ങനെ അവിടുത്തെ പുത്രൻ അനേക സഹോദരരുടെ ഇടയിൽ ആദിജാതനായി തീർന്നു. മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ തനിക്ക് സ്വീകാര്യരാക്കിയവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയമെൻ
മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. അനുഗ്രഹപൂരിത കവിത തുലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വയം നീതിമാന്മാരാണെന്ന് കരുതിക്കൊണ്ട് തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവിടുന്ന് ഈ ഉപമരുൾ ചെയ്തു. രണ്ടുപേർ പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് പോയി. ഒരുവൻ പ്രീശനും അവരൻ ചുങ്കക്കാരനും. പ്രീശൻ നിന്നുകൊണ്ട് ഇങ്ങനെ സ്വയം പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്ന് അക്രമികളും അധർമ്മികളും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. എന്നാൽ ആ ചുങ്കക്കാരൻ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ. ഇയാൾ അപരനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായുടെയും മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായുടെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ വർഷിക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. കൃപയും അനുഗ്രഹവും കാരുണ്യരഹിത തിരഞ്ഞെടുത്ത അങ്ങയുടെ അചീർണമായ ജനം മുഴുവൻ്റെ സ്ഥലപരേതയുടെ കടങ്ങട പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാഹിത്യം സ്നേഹിക്കുകയും സഭയുടെ മേങ്ങൾ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ.
ദൃശ്യാദൃശ്യമായ സകല വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഭക്തിയോടും ശുദ്ധിയോടും വിശുദ്ധിയോടുകൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും നേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടും ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായെയും ഗണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവർ
വസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിരുന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കു മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന് നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശ്രദ്ധയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആസ്വദിക്കണം എൻ്റെ സഹോദരരെ. കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാവുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വർഷ സമൃദ്ധമായ അനുഗ്രഹങ്ങളെയും കരുണയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധൻ്റെ ശരീരരത്നങ്ങളാവുന്ന ദൈവരേഖയുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരഹിത യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ.
ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹാം യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിലും കടച്ചതയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ആത്മീയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭയന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവ്
രാജാവായി വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവെ ആസ്വദിക്കണമേ. എൻ്റെ സഹോദരരെ, കൃപാൻ എൻ്റെ കരങ്ങളിലൂടെ പൂർത്തിയാവുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവീക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അങ്ങ് മൗത്തമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ തോമസ് മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും
എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരെ വിശുദ്ധരമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ച പോലും മൂലവും വിശുദ്ധമായി ബലിപീഠത്തിൽ ഞങ്ങളുടെ വിശുദ്ധൻ്റെ ശരീരരത്നങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തി, സമാധാനവും കരുണയും വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചു എന്ന് ഉപവാസം എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവിതായ്മ സുവിശേഷം വഴി വിശുദ്ധമോയിസുടെ സജീവവും ജീവിതായ്മ അടയാളത്ത മുദ്രരും പരിശുദ്ധോരിക്ക സഭയുടെ സന്താനമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈമല്യം വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മകനെയും ഭയഭക്തിയനും പരിശുദ്ധവും ജീവിതായകവും ദൈവീയമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയോടെ ആവസിച്ചതിനെ ആസ്വദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുകൊണ്ട് ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മകനെയും വിസ്മയകമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയുടെ കരുണയെ ഞങ്ങൾ നിരന്തരം പുകഴ്ത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് മൂലമായ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ നാഥന ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം നിന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, നിരേക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവീയമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഒന്നു മാത്രം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ഇത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമഞ്ഞ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടും
അതിശയമായി. നമ്മുടെ കർത്താവ് ഈശ്വരമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സംസർഗാവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ എന്നേക്കുവാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കടങ്ങളും കാണിപ്പുറം ക്ഷമിക്കണമേ. മഹോന്നതമങ്ങി സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുക. ഞങ്ങളുടെ ആദരങ്ങളെ പവിത്രീകരിക്കുകയും ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാണിപൂർവ്വം അങ്ങ് നൽകിയ മനോവിശ്വാസങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനം നിഷ്കളങ്കരമായ ഭരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നേർന്നങ്ങി വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കൃതാവേശനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപീനവൻ്റെ സൈന്യങ്ങളെന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യ അധികാരം അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജനത്തിനുള്ളതാവുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മനുഷ്യർദിന പ്രത്യാശയമിശയങ്ങൾ പക്ഷി തിരുശരീരം പാണിയ തിരുത്തും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങേ സന്നി സന്തുഷ്ടിക്കും ദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായി, നീദാസിൻ്റെയും സൃഷ്ടാവിൻ്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ.
കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മകനെ മാതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാം പരിപാവനമി ബലിവഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതികാലം യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാഹമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവേ യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശുവേ യേശുവേ അഭിഷേകത്തോടെ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. മുട്ടും മടങ്ങട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായോനേ. എല്ലാവരും ഒരുമിച്ച് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി അഭിഷേകത്തോടെ യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന്.
കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. ആരാധന 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 അഭിഷേകത്തോടെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 അഭിഷേകത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതികർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഈശോ നമ്മുടെ മുന്നിൽ, നമ്മുടെ ഈശോയുടെ മുന്നിൽ കണ്ണു തുറന്നു നോക്കി. ഈശോയെ കണ്ണു തുറന്ന് അവനെ നോക്കിയേ. കണ്ണു തുറന്ന് കണ്ടേ അവനെ, കണ്ണു തുറന്ന് കാണട്ടെ. അവനിൽ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട് ഈ സമയം. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന സമയം. നമ്മൾ ഓരോരുത്തരിലേക്കും ദിവ്യകാരുണ്യ ശക്തി അഭിഷേകമായിട്ട് പെയ്തിറങ്ങുന്ന സമയം. നിങ്ങൾ എന്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അതിലേക്കെല്ലാം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്ന സമയമാണ് പരിശുദ്ധമായ ആരാധന. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള, നിങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള എന്തെല്ലാം കെട്ടുകൾ, രോഗങ്ങൾ, പീഡകൾ, നിങ്ങളുടെ ആത്മാവിൻ്റെ എന്തെല്ലാം നിയോഗങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അതിലേക്കെല്ലാം ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഒഴുകി ഇറങ്ങുന്ന സമയമാണ് പരിശുദ്ധമായ ആരാധന. നിങ്ങൾ സമർപ്പിക്കുക. ഈശോയിലേക്ക് നിങ്ങൾക്ക് എന്ത് കൊടുത്ത് വിശുദ്ധീകരിച്ച് തിരിച്ചെടുക്കാനുണ്ടോ ആ മേഖലകളെയെല്ലാം ഈശോയിലേക്ക് ഈ സമയം ദൈവജനം സമർപ്പിക്കട്ടെ. എന്തെല്ലാം എൻ്റെ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് വിശുദ്ധീകരിച്ച് തിരിച്ചു വാങ്ങുവാനായിട്ട് എനിക്കുണ്ടോ അതെല്ലാം ഈ സമയം ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ,
എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ എഴുന്നള്ളിയിരിക്കുമ്പോൾ, അവൻ നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ അവനോട് എന്തും നിങ്ങൾക്ക് അപേക്ഷിക്കാം, അവൻ എന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരും. താഴെ സുവിശേഷത്തില് 20-ാമത്തെ അധ്യായത്തിൽ 2 അന്ധയാചകര് കർത്താവിൻ്റെ മുൻപിൽ നിലവിളിക്കുന്നുണ്ട്, ക്രിസ്തുവേ ദാവീദിന്റെ പുത്ര ഞങ്ങളുടെ മേൽ കനിയണം. ഈശോ അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? ഒരു ദൈവത്തിൽ നിന്ന് പുറപ്പെടേണ്ട ഉത്തരമോ ചോദ്യമോ ആണോ പ്രിയപ്പെട്ടവരെ അത്? ഈശോ അങ്ങേയറ്റം താഴുകയല്ലേ ചെയ്യുന്നേ? 2 അന്ധയാചകരുടെ മുൻപില് കർത്താവ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഈശോ അങ്ങേയറ്റം എളിമപ്പെട്ട് താണു വീണ് ചോദിച്ചില്ല അവരോട്. അപ്പോഴവര് പറഞ്ഞത്, കർത്താവേ ഞങ്ങളുടെ കണ്ണ് തുറന്നു കിട്ടണം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഇതുവരെ തുറക്കപ്പെടാത്ത ആന്തരിക നേത്രമാണ് നമ്മുടെ പ്രശ്നം. ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കരുണയ്ക്ക് വേണ്ടിയിട്ടാണ്, കണ്ണ് തുറക്കപ്പെടാനായിട്ടല്ല. അന്ത്യയാചകന്മാര് കർത്താവിന്റെ മുൻപിൽ വന്ന് ചോദിച്ചത് കരുണയായിരിക്കണമേ എന്നാ. ഈശോ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോ മാത്രമാണ് അവർ ഈശോയോട് അവരുടെ നിയോഗങ്ങൾ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ ആവശ്യങ്ങളല്ലേ ഈശോയോട് പറയുന്നുള്ളൂ. ഈശോ നമ്മളോട് ചോദിക്കുന്നത്, എപ്പോഴും ചോദിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഈശോ അങ്ങേറ്റം താഴുകയല്ലേ ചെയ്യുന്നേ നമ്മുടെ മുന്നിൽ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണം? ഓരോ ദേശങ്ങളിലേക്ക് കർത്താവ് കടന്നു ചെല്ലുക, അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്താൻ. ബെത്സേദ കുളക്കരയിലേക്ക് അവൻ കടന്നു ചെന്നു, രോഗിയെ സുഖപ്പെടുത്തി. കാനായിലേക്ക് അവൻ കടന്നു ചെന്നു, വെള്ളം വീഞ്ഞാക്കി. ലാസറിന്റെ കുഴിമാടത്തിലേക്ക് അവൻ കടന്നു ചെന്നു, അവന് ജീവൻ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ഈശോ എൻ്റെ നിങ്ങളുടെ മുന്നിലായിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ 3 നിയോഗം സമർപ്പിക്കട്ടെ. നിങ്ങളുടെ 3 നിയോഗം ഈ സമയം ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കട്ടെ. ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിൻ്റെ ഈ രാത്രിയിൽ സ്വയം മാത്രം നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ 3 നിയോഗം സമർപ്പിക്കട്ടെ. ആ നിയോഗത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ ഒന്ന് ക്ഷണിച്ച ഈ സമയം, ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേകത്തെ നിങ്ങളുടെ 3 നിയോഗങ്ങളിലേക്ക് സമയം ക്ഷണിച്ചേ. എവിടെയെല്ലാം ഈശോ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെയെല്ലാം ഈശോ കടന്നു വന്നിട്ടുണ്ടോ അവിടെ മരിച്ചവര് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെയെല്ലാം ഈശോ കടന്നു വന്നോ അവിടെ അന്ധർക്ക് കാഴ്ച അവൻ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെയെല്ലാം ഈശോ കടന്നു വന്നോ അവിടെ ചെകിടർക്ക് അവൻ കേൾവി ശക്തി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെയെല്ലാം ഈശോ കടന്നു വന്നോ അവിടെ ഊമര് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെയെല്ലാം ഈശോ കടന്നു വന്നോ അവിടെ തളർവാദ രോഗികൾ എഴുന്നേറ്റോടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈശോ ഈ ആലയത്തില് എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുന്നള്ളിയിരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട്
അവനെ സ്വീകരിച്ച് കണ്ണ് നിറഞ്ഞ ഒഴുകി ഇറങ്ങിയ നിങ്ങളുടെ നെഞ്ചിന്റെ വിങ്ങല് കണ്ണിലൂടെ ഒഴുകി ഇറങ്ങുമ്പോ അതേ ഈശോ നിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, നിന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാ നീ ആഗ്രഹിക്കുന്നേ? നിങ്ങളെ നിയോഗങ്ങള് ഈശോയിലേക്ക് കൊടുത്തേ. യോഗങ്ങൾ കൊടുക്കട്ടെ, ഈശോയിലേക്ക് യോഗങ്ങൾ കൊടുക്കട്ടെ. എല്ലാ നിയോഗങ്ങളും കൊടുത്തുകൊണ്ട് നിങ്ങൾ പറയണം, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. എല്ലാ നിയോഗങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈശോയോട് പറയണം, ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. 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 ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. വിളിക്കട്ടെ യേശുവേ. കരങ്ങളടിച്ച് 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 സന്തോഷത്തോടെ പാടി ആരാധിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. 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 എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ശക്തി മക്കളുടെ മേൽ വ്യാപരിക്കണമേ. ഭരിക്കുന്ന അസ്വസ്ഥതകളുടെ മേൽ എൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇവര് സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ യേശുവേ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈശോയേ, നിന്റെ അഭിഷേകം ഈ ആലയത്തിലുടനീളം ദേശത്തിലുടനീളം വ്യാപരിക്കട്ടെ. ഇവര് സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ, ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ ഈശോയേ നിന്റെ പരിശുദ്ധാത്മ ശക്തി അഭിഷേകമായിട്ട് ഈ സമയം പെയ്തിറങ്ങട്ടെ. കരകരടിച്ച് കരകരടിച്ച് ശക്തിയോടെ ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ.
കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. നിന്റെ ശക്തി അഭിഷേകത്താൽ ഈ ആലയം മുഴുവൻ കർത്താവ്, ഈ കാമ്പൗണ്ട് മുഴുവൻ, ഈ ദേശം മുഴുവൻ വ്യാപരിക്കട്ടെ കർത്താവേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദേശത്തിന്റെ അരൂപികള് കർത്താവ്, ഇവിടെ കുട്ടികളുടെ എല്ലാ തിന്മയുടെ കെട്ടുകള്, അഭിചാരത്തിന്റെ അരൂപികള്, ഉപേക്ഷിക്കപ്പെട്ട തകിടുകളിൽ നിന്ന്, മന്ത്രചരണകളിൽ നിന്ന്, ഏലസുകളിൽ നിന്ന് ഇവിടെ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ സാധ്യതകളുടെ കെട്ടുകളെ കർത്താവേ നിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ ഈ സമയം ഈ ആലയത്തിന് ദേശത്തുനിന്ന് കൂട്ടത്തോടെ ശാസിച്ച് ഭരിക്കുന്നു. കരങ്ങളടിച്ച് ശക്തിയോടെ പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. 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 ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. അഭിഷേകം ശക്തിയോടെ അഭിഷേകത്തോടെ സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ഇനി ആത്മാവിൽ നിറയ്ക്കണമേ.
തീ പോലെ ഇറങ്ങണമേ. കരങ്ങൾ ഉയർത്തി അടിച്ച് നാവായി പതിയണമേ. ശക്തിയോടെ കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. അഭിഷേകത്തോടെ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. അഭിഷേകത്തോടെ ഇസ്രായേൽ ദൈവമേ, തീ എന്നെ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. നദിയായി ഒഴുകണമേ. നാവായി പതിയണമേ. ആത്മനദിയായി
വിളിക്കട്ടെ യേശുവേ. ആരാധന 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 യേശുവേ. സ്തുതി 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 മഹത്വം ആരാധന. ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ഓരോരുത്തരുടെയും മേൽ കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. സമയം നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ, നമ്മുടെ രോഗപീഠകൾ, നമ്മുടെ പൊതുവായിട്ടുള്ള നിയോഗങ്ങൾ ഈ സമയം നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഞാനിവിടെ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് അതിനെ നമ്മൾ ബന്ധിക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ നിയോഗം ഉണ്ടാകും, ചിലപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ ഇല്ലാതിരിക്കാം. ഇവിടെ ഇരിക്കുന്ന കോമൺ ആയിട്ടുള്ള നിയോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുമ്പോൾ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ ആമേൻ പറയണം. അതായത് ഈശോ അത് ഏറ്റെടുത്തു എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളതിനെ ആമേൻ പറഞ്ഞ് അതിനെ യേശുവിലേക്ക് നമ്മൾ സമർപ്പിക്കണം. ശേഷം കോമൺ ആയിട്ട് യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിളിക്കണം, ഈശോയേന്ന് ഒറ്റ വിളി നെഞ്ച് പൊട്ടി വിളിക്കണം. ആ സമയത്ത് ആ കെട്ട് നിങ്ങളെ വിട്ട് മാറിയിട്ടുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തെ വിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ഈ സമയം നമ്മളതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ബന്ധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം മേഖലകളിൽ നമ്മൾ കെട്ടപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ കുടുംബം കെട്ടപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ കെട്ടപ്പെട്ടിട്ടുണ്ടോ, ആ മേഖലകളിലേക്കെല്ലാം ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്ന് ആ കെട്ടപ്പെട്ട അവസ്ഥകളെ വിടുവിക്കുന്ന ബന്ധന ശുശ്രൂഷയാണ്. പൂർണ്ണമായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി നമ്മളിപ്പോൾ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ കെട്ടിയാൽ കെട്ടപ്പെടും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ 170ഓളം വരുന്ന മക്കളെ ഞങ്ങൾ ഓരോരുത്തരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി യേശുവേ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ സാധാരണയിട്ടിരിക്കുന്ന സകല കെട്ടുകളും ദൈവമേ നിനക്കറിയാം. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ അവനിട്ടിരിക്കുന്ന രോഗത്തിൻ്റെ കെട്ടുകള്, ബാധ്യതയുടെ കെട്ടുകള്, അലസതയുടെ കെട്ടുകൾ, ജഡത്തിൻ്റെ കെട്ടുകളെല്ലാം എൻ്റെ അപ്പാ നീ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഞങ്ങൾ ആ മേഖലകളെ എല്ലാം യേശുവേ നിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധിക്കുമ്പോൾ കർത്താവേ, എന്നേക്കുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് കെട്ടപ്പെടുവാൻ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ സമയം ഞങ്ങളതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്നാണ് ഞങ്ങൾ ബന്ധിക്കുന്നത്. ഈശോ, ആഗോള കത്തോലിക്ക സഭയോടും പരിശുദ്ധ പിതാവിനോട് അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളോടും ചേർന്ന് ഞങ്ങൾ ബന്ധിക്കുമ്പോൾ സകല മെത്രാന്മാരോടും വൈദിക ശ്രേഷ്ഠരോടും സന്യസ്ത മക്കളോടും എല്ലാ ആത്മായ സഹോദരങ്ങളോടും ചേർന്ന് ഇന്നേ ദിവസം ലോകത്തെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളോട് ചേർന്ന് ഞങ്ങൾ ഈ കെട്ട് ബന്ധിക്കുമ്പോൾ യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ ദാമ്പത്യത്തിൽ നിന്ന്, ആരോഗ്യത്തിൽ നിന്ന്, ജോലി മേഖലയിൽ നിന്ന്, വിദേശത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ നിന്ന്, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന്, ആത്മീയ ജീവിതത്തിൽ നിന്ന് സകല തിന്മയുടെ ശക്തികളും പുറത്താക്കപ്പെടുവാൻ ഈശോയെ നിന്റെ ദൂതന്മാരെ ഈ സമയം നീ നിയോഗിക്കണമേ, ഒരുക്കണമേ.
സമയം പ്രാർത്ഥിക്കുന്ന ഈശോ, ഈ ആലയത്തിൻ്റെ 4 മൂലയിലും പിതാവായ ദൈവമേ നിന്റെ കരൂപുകളെ സ്ഥാപിക്കണമേ. ആമേൻ. പുത്രനായ യേശുവേ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ മരണക്കട്ടിലായ വിശുദ്ധ കുരിശ് ഈ ആലയത്തിൻ്റെ 4 ദിക്കുകളിൽ സ്ഥാപിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം നിന്റെ അഗ്നി വലയം കൊണ്ട് ഇതിന് ചുറ്റുമൊരു ആലയം നീ തീർക്കണമേ. സകല മാലാഖമാരെ ഈ സമയം ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഈ ആലയത്തിന് ചുറ്റും, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും കൈകോർത്ത് പിടിച്ച് നിങ്ങൾ സംരക്ഷണമേകണമേ. സകല വിശുദ്ധരെ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഈ ആലയത്തിന് ചുറ്റും, ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും, ഞങ്ങളുടെ യോഗങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ മാധ്യസ്ഥ ശക്തി കൊണ്ട് കൈകോർത്ത് പിടിച്ചൊരു സംരക്ഷണമേൽ നിങ്ങൾ തീർക്കണമേ. ഈ സമയം കർത്താവായ ദൈവമേ, ഈ മക്കളെ വെട്ടിയാടുന്ന എല്ലാവിധ തിന്മയുടെ ശക്തികളും, അന്ധകാരത്തിന്റെ ശക്തികളും, പൈശാചിക പീഡകളും, ദുഷ്ടാരൂപികളും, ദുരാത്മാക്കളും, അശുദ്ധാത്മാക്കളും, എല്ലാ തരത്തിലുള്ള ആഭിചാരത്തിന്റെ കെട്ടുകള്, എല്ലാ തരത്തിലുള്ള മന്ത്രവാദത്തിന്റെ കെട്ടുകള്, എല്ലാ തരത്തിലുള്ള കൈവിഷത്തിന്റെ കെട്ടുകള്, എല്ലാ തരത്തിലുള്ള ജിന്നിന്റെ കെട്ടുകള്, ഇവരെ ഭരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദേശത്തിന്റെ അരൂപികള് യേശുനാമത്തിന്റെ ശക്തിയിൽ, അവന്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ, അവന്റെ വിശുദ്ധ കുരിശിന്റെ മുദ്രയിൽ, അവൻ 5 തിരുമുറിവുകളോട് ചേർന്ന് ഈ സമയം ഈ മക്കളിൽ നിന്ന് കൂട്ടത്തോടെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. സ്തുതിക്കട്ടെ യേശുവേ. ആമേൻ, 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 ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവേ, ഈ സമയം ഈ മക്കളെ ഭരിക്കുന്ന എല്ലാ രോഗപീഠകളെ, ആമേൻ, ഇവരുടെ ശിരസ് സംബന്ധമായ രോഗങ്ങളെ, ആമേൻ, ഇവരുടെ കഴുത്തിലെ രോഗങ്ങളെ, ആമേൻ, ഇവരുടെ നെഞ്ചിലെ രോഗപീഠകളെ, ഇവരുടെ ലങ്സിനകത്തുള്ള രോഗത്തിന്റെ കെട്ടുകളെ, ഇവരുടെ ഹാർട്ടിന്റെ രോഗപീഠകളെ, ഇവരുടെ ഉദര സംബന്ധമായ രോഗപീഠകളെ, ഇവരുടെ നാഡീ ഞരമ്പ് സംബന്ധമായ രോഗപീഠകളെ, ഇവരുടെ മജ്ജമാംസ സംബന്ധമായ രോഗപീഠകളെ, ഇവരുടെ അസ്ഥി സംബന്ധമായ രോഗപീഠകളെ, കർത്താവ് ഇവരുടെ കൈകാലുകൾ സംബന്ധമായ രോഗപീഠകളെ, ഇവരുടെ നട്ടെല്ല് സംബന്ധമായ രോഗപീഠകളെ, ഇവരുടെ ശിരസ് സംബന്ധമായ രോഗപീഠകളെ, ഇവരുടെ പഞ്ചേന്ദ്രിയ സംബന്ധമായ രോഗപീഠകളെ യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തോട് ചേർന്ന്, വിശുദ്ധ കുരിശിനോട് ചേർന്ന്, 5 തിരുമുറിവുകളോട് ചേർന്ന്, ജ്ഞാനം 16:12 വചനത്തോട് ചേർന്ന്, മത്തായി 16:19 അധികാരത്തോട് ചേർന്ന്, ജെറമിയ 1:9-10 വചനത്തിന് അധികാരത്തോട് ചേർന്ന്, യേശുനാമത്തിൽ ഇവരിൽ നിന്ന് കൂട്ടത്തോടെ ശാസിച്ച് ബന്ധിക്കുന്നു, ശാസിച്ച് ബന്ധിക്കുന്നു, ശാസിച്ച് ബന്ധിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. വിളിക്കട്ടെ യേശുവേ. സ്തുതിക്കട്ടെ, 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 അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, വിട്ടുകൊടുക്കാതെ, തളർന്നു പോകാതെ സ്തുതിക്കട്ടെ ദൈവമക്കളെ. Amen. Shohu lahidi din dumdu shogobobabati nashia. ഭാഷാവരമുള്ള മക്കൾ ഭാഷാവരത്തിന് ശ്രദ്ധിക്കട്ടെ. Amen, 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 amen. Barashikala bharia. Amen, 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 amen. കർത്താവായ യേശു ക്രിസ്തുവേ, ഈ സമയം ഇവരുടെ കുടുംബങ്ങളിൽ ഭരിക്കുന്ന, ആമേൻ, എല്ലാ മരണത്തിന്റെ ദുരാത്മാക്കള്,
ആത്മഹത്യയുടെ ദുരാത്മാക്കള്, കർത്താവെ വിവാഹ ബന്ധങ്ങള് വേർപെടുത്താൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ദുരാത്മാക്കള്, നമ്മളുടെ മക്കളെ അശുദ്ധിയിലേക്ക് നയിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന വ്യഭിചാര ദുർഭൂതങ്ങള്, സ്വയംഭോഗത്തിന്റെ അരൂപികള്, സ്വവർഗഭോഗത്തിന്റെ അരൂപികള്, മൃഗഭോഗത്തിന്റെ അരൂപികള്, ജഡിക താല്പര്യങ്ങളുടെ അരൂപികള്, പോണോഗ്രഫിയുടെ അരൂപികള്, ഫോണിക്കേഷന്റെ അരൂപികള്, തെറ്റായ സ്നേഹബന്ധങ്ങളുടെ അരൂപികള്, എല്ലാ വ്യഭിചാരത്തിന്റെ അരൂപികള്, കർത്താവെ അലസതയുടെ അരൂപികള്, മദ്യത്തിന്റെ അരൂപികള്, ലഹരിയുടെ അരൂപികള്, ഇവരിൽ കൊടികൊള്ളുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ സകല അരൂപികള് യേശുനാമത്തിന്റെ ശക്തിയിൽ അവന്റെ പീഡാസഹനങ്ങളോട് ചേർന്ന്, സംഖ്യ 23:23 ചേർന്ന്, ദാനിയേൽ 10:13 ചേർന്ന്, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ വ്യക്തിത്വങ്ങളിൽ നിന്ന്, ഇവരുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ മക്കളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് കൂട്ടത്തോടെ ശാസിച്ച് ബന്ധിക്കുന്നു, കൂട്ടത്തോടെ ശാസിച്ച് ബന്ധിക്കുന്നു, കൂട്ടത്തോടെ ശാസിച്ച് ബന്ധിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. വിളിക്കട്ടെ യേശുവേ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ തളർന്നു പോകുന്ന സ്തുതിക്കട്ടെ മക്കള്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എന്റെ സ്വരം നോക്കല്ലേ, നിങ്ങൾ സ്തുതിച്ചേ, നിങ്ങൾ സ്തുതിച്ചേ, എന്നെ നോക്കല്ലേ. കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ ഈശോ. കർത്താവേ, മക്കളിൽ കുട്ടികൊള്ളുന്ന എല്ലാ തരത്തിലുള്ള, ഇവരുടെ കുടുംബങ്ങളിൽ കുടികൊള്ളുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ കെട്ടുകളെ, ഇവരുടെ കുടുംബങ്ങളിൽ കുടികൊള്ളുന്ന എല്ലാ തരത്തിലുള്ള കടബാധ്യതയുടെ അരൂപികളെ, ഇവരുടെ കുടുംബത്തിൽ കുടികൊള്ളുന്ന എല്ലാ തരത്തിലുള്ള ഭവനമില്ലാത്ത അവസ്ഥകളെ, സ്ഥലം വിറ്റുപോകാത്ത അവസ്ഥകളെ, സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥകളെ, ഭവന നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളുടെ അരൂപികളെ, വിദേശയാത്രയുടെ തടസ്സങ്ങളുടെ അരൂപികളെ, ജോലിയില്ലാത്തതിൻ്റെ അരൂപികളെ, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ അരൂപികളെ, വിവാഹം നടക്കാത്തതിൻ്റെ അരൂപികളെ, ഈ സമയ യേശുനാമത്തിൻ്റെ ശക്തിയിൽ കർത്താവെ, മർക്കോസിന്റെ സുവിശേഷത്തോട് ചേർന്ന്, യെശയ്യാ പ്രവചനത്തോട് ചേർന്ന്, ഉൽപ്പത്തിയോട് ചേർന്ന്, വെളിപാടിനോട് ചേർന്ന്, ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ തലമുറകളിൽ നിന്ന് കൂട്ടത്തോടെ ശാസിച്ച് ബന്ധിക്കുന്നു, കൂട്ടത്തോടെ ശാസിച്ച് ബന്ധിക്കുന്നു, കൂട്ടത്തോടെ ശാസിച്ച് ബന്ധിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. സ്തുതിക്കട്ടെ ഭാഷാവരമുള്ള മക്കള്, സ്തുതിക്കട്ടെ ഭാഷാവരമുള്ള മക്കള്, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ ഭാഷാവരത്തിന്, സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. വിളിക്കട്ടെ യേശുവേ. കരങ്ങളടിച്ച്, 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 കരങ്ങളടിച്ച്.
എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാം പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ കോപത്തിൻ്റെ, കലഹത്തിൻ്റെ, മോഹത്തിൻ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാം കോപത്തിൻ്റെ, കലഹത്തിൻ്റെ, മോഹത്തിൻ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാം തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമെതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ സ്തുതികടെ അഭിഷേകത്തോടെ സ്തുതികടെ വിട്ടുകൊടുക്കാതെ സ്തുതികടെ അഭിഷേകത്തോടെ വിളിക്കട്ടെ. കർത്താവായ ദൈവമേ, മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള തലമുറ വഴിയുള്ള എല്ലാ പാപ ശാപ രോഗ ബന്ധന ശക്തികളുടെ സകല കെട്ടുകളെയും, എല്ലാ തരത്തിലുള്ള പാപ ശാപ രോഗ ബന്ധന ശക്തികളുടെ സകല കെട്ടുകളെയും, തലമുറ വഴിയുള്ള എല്ലാ ശാപത്തിന്റെ കെട്ടുകളെയും, എല്ലാ പ്രമാണ ലംഘനങ്ങളുടെ കെട്ടുകളെയും, എല്ലാ പാരമ്പര്യ രോഗത്തിന്റെ കെട്ടുകളെയും, തലമുറ വഴിയുള്ള എല്ലാ ദുർമരണത്തിന്റെ കെട്ടുകളെയും, എല്ലാ ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ കെട്ടുകളെയും, എല്ലാ ആറാം പ്രമാണ ലംഘനത്തിന്റെ കെട്ടുകളെയും, എല്ലാ തരത്തിലുള്ള
കർത്താവേ, അബോഷന്റെ കെട്ടുകളെയും തലമുറ വഴിയുള്ള എല്ലാ മന്ത്രവാദത്തിന്റെ കെട്ടുകളെയും തലമുറ വഴിയുള്ള എല്ലാ ചാത്തൻ സേവയുടെ കെട്ടുകളെയും തലമുറ വഴിയുള്ള എല്ലാ തരത്തിലുള്ള ആഭിചാരത്തിന്റെ കെട്ടുകളെയും എല്ലാ സർപ്പാരാധനയുടെ കെട്ടുകളെയും എല്ലാ ജിന്നിന്റെ കെട്ടുകളെയും എല്ലാ ദേശത്തിന്റെ കെട്ടുകളെയും ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ വസ്തുവകകളിൽ നിന്ന്, ഇവരുടെ വരുമാന മാർഗങ്ങളിൽ നിന്ന് യേശുനാമത്തിന്റെ ശക്തിയിൽ കൂട്ടത്തോടെ ശാസിച്ച് ബന്ധിക്കുന്നു. ഈ മക്കളുടെ കുടുംബങ്ങളിലുള്ള അതുമൂലം കടന്നു വന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഓട്ടിസത്തിന്റെ അരൂപികള്, ബുദ്ധിമാന്ദ്യത്തിന്റെ അരൂപികള്, ഹൈപ്പർ ആക്ടിവിറ്റിയുടെ അരൂപികള്, മാനസിക രോഗത്തിന്റെ അരൂപികള് യേശുനാമത്തിന്റെ ശക്തിയിൽ ലൂക്കായുടെ സുവിശേഷത്തോട് ചേർന്ന്, മർക്കോസിന്റെ സുവിശേഷത്തോട് ചേർന്ന് ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ കുഞ്ഞുമക്കളിൽ നിന്ന്, അവരുടെ ഭാവി ജീവിതത്തിൽ നിന്ന് കൂടത്തോടെ ശ്വാസിച്ച് ബന്ധിക്കുന്നു, കൂടത്തോടെ ശ്വാസിച്ച് ബന്ധിക്കുന്നു, കൂടത്തോടെ ശ്വാസിച്ച് ബന്ധിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. വിളിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം ആരാധന. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഒരിക്കൽ കൂടെ കണ്ണു തുറന്നു നോക്കിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശുവിക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശുവിക്ക് നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശുവിക്ക് സമാപനാശീർവാദത്തിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയിലേക്ക് കരങ്ങൾ നീട്ടി, സമാപനാശീർവാദത്തിന്റെ സമയത്ത് ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് സ്വരം ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ ദൈവമക്കളും സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ, വിട്ടുകൊടുത്ത് സ്തുതിക്കട്ടെ. കർത്താവ് ചൊരിഞ്ഞ കരുണയെ ഓർത്ത്, അവൻ നൽകിയ വിടുതലിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര കരുണയായിരിക്കണമേ. ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര കരുണയായിരിക്കണമേ. ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര കരുണയായിരിക്കണമേ. ക്രിസ്തുവേ, ദാവീദിന്റെ പുത്ര കരുണയായിരിക്കണമേ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ
പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ